വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ടാബ്ലറ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതാണ് ആ ഒരു ടാബ്ലറ്റ് എന്ന് നോക്കിയാൽ ഓപ്പോയുടെ പാഡ് എയർ. ഈ ഒരു ടാബ്ലറ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എനിവേ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഓപ്പോ പാഡ് എയറിൻ്റെ ബോക്സ് വരുന്നത്. ഇതിനുള്ള ഐറ്റംസ് നോക്കുകയാണെങ്കിൽ 18 വാട്ടിൻ്റെ 18 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്റർ ഒപ്പം ലഭിക്കുന്നുണ്ട്. പിന്നീടുള്ളത് ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. ഒരു സിം ഇജക്ടർ ടൂൾ ഉണ്ട്. പിന്നെ നമ്മുടെ ടാബ്ലറ്റ് ആയിട്ടുള്ള ഓപ്പോ പാഡ് എയർ. ഓപ്പോ പാഡ് എയറിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന തരത്തിലൊരു ഡിസൈൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു സിഗ്സാക് ലൈൻ ഫീൽ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലൊരു ഗ്രിപ്പ് നമുക്ക് ഈ ഒരു പോർഷനിൽ ലഭിക്കുന്നുണ്ട്. സിംഗിൾ ക്യാമറയാണ് പിറകിൽ വരുന്നത്. അതുപോലെ തന്നെ 6.9 mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 440 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. എനിവേ റൈറ്റ് സൈഡിലാണ് നമുക്കിവിടെ താഴ്വശത്തായിട്ട് നമുക്കിവിടെ സിം ട്രേ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതിൽ സിം ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പകരം നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ട്രേ നമുക്ക് ഈ ഒരു സൈഡിലാണ് കാണാൻ സാധിക്കുക. ഇവിടെ 2 മൈക്ക് നമുക്ക് ഇന്റേണൽ മൈക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വോളിയം റോക്കേഴ്സ് ആണ് വരുന്നത്. മുകൾ വശത്താണ് പവർ ബട്ടണും അതുപോലെ തന്നെ 2 സ്പീക്കർ ഗില്ലും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു എംബ്ലം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ് വരുന്നത്. താഴ്വശത്തായിട്ട് നമുക്കിവിടെ 2 സ്പീക്കർ ഗില്ലും അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും കാണാൻ സാധിക്കും. 3.5 mm ഹെഡ്ഫോൺ ജാക്കില്ല. അപ്പോൾ ഓവറോൾ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയം ഡിസൈനാണ് നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 10.36 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 60 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. 120 Hz ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. 225 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. 316 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയിട്ട് വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കില്ല. അതെല്ലാം നമ്മളൊരു ടാബ്ലറ്റ് നോർമൽ നമ്മൾ അകത്ത് നിന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചത്. ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 680 എന്ന് പറയുന്ന 6 nm ചിപ്സെറ്റാണ് ഈ ഒരു ടാബ്ലറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒക്ടാ കോറിൽ 2.4 GHz ആണ് ക്ലോക്ക് സ്പീഡ്. അതുപോലെ തന്നെ Adreno 610 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. എനിവേ ഓവറോൾ ഈ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ടാബ്ലറ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മൾട്ടി സ്ക്രീൻ ആയിട്ട്, അതായത് നമ്മൾ ഡിസ്പ്ലേയിൽ ജസ്റ്റ് 2 വിരൽ വെച്ചിട്ട് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം 2 ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അതെല്ലാ ടാബ്ലറ്റിലും ഉള്ളതാണ്. അതുപോലെ നമുക്ക് ഇതിലും വളരെ ഈസി ആയിട്ട് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും നിലവിൽ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു ടാബ്ലറ്റിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 മെമ്മറി വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്. 4GB റാമിൽ 128 4GB റാമിൽ 64GB. ഇത് കൂടാതെ തന്നെ അപ് ടു 512GB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. LPDDR4X ആണ് റാം വരുന്നത്. അതുപോലെ തന്നെ UFS 2.2 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. റാം നമുക്ക് 4GB കൂടാതെ തന്നെ 3GB റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലും യൂസ് ചെയ്യാൻ സാധിക്കും. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ സിം കാർഡ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ 4G അല്ലെങ്കിൽ 4G LTE ഒന്നും ഇതിൽ സപ്പോർട്ട് അല്ല. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.1 ആണ് ഇതിൽ വേർഷൻ വരുന്നത്. ആൻഡ്രോയിഡ് 12 ഈ ഒരു ടാബ്ലറ്റ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ കളർ വോയിസ് വേർഷൻ വരുന്നത് 12.1 ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ആണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. 7100 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനൊപ്പം ലഭിക്കുന്നത്. കമ്പനി പറയുന്നത് 15 മണിക്കൂറിന്റെ വീഡിയോ കോളിങ്ങും അതുപോലെ തന്നെ 12 മണിക്കൂറിന്റെ മൂവീസ് വാച്ചിങ് എന്നുള്ള ടൈമാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മളൊരു മൊബൈൽ യൂസ് ചെയ്യുന്ന അത്ര ഒരു ഡീപ്പായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ചും എനിക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും എൻ്റെ ഈ ഒരു കുറച്ച് ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ, അതായത് ഒരു ടാബ്ലറ്റ് എത്തരത്തിലാണോ യൂസ് ചെയ്യുക അത്തരത്തിലൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് 2 ദിവസം ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് 1 ദിവസം ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു ടാബ്ലറ്റിൽ വരുന്നത്.
സ്പീക്കർ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി തന്നെയാണ് ഇതിൽ കേൾക്കാൻ സാധിച്ചത്. ബാലൻസ്ഡ് സൗണ്ട് ആണ്, അതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫൈനസ്റ്റ് സ്പീക്കർ ക്വാളിറ്റിയാണ് എനിക്ക് ഈ ഒരു ടാബ്ലറ്റിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. സെക്യൂരിറ്റി ആൻഡ് ഗെയിമിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ഫിംഗർ ലോക്ക് ഓപ്ഷൻ ഈ ഒരു ടാബ്ലറ്റിൽ ഇല്ല, മറിച്ച് ഫേസ് ലോക്ക് മാത്രമേ ഈ ഒരു ടാബ്ലറ്റിലുള്ളൂ. അതുപോലെ തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ടാബ്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മൊബൈലിലുള്ള ആ ഒരു വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഗ്രാഫിക്സ് ക്വാളിറ്റി നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലും കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചുമ്മാ നമുക്കൊരു ടൈം പാസിന് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ടാബ്ലറ്റ് എന്നല്ലാതെ ഇതൊരു മികച്ച രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഒരു ടൈം പാസിനൊക്കെ നിങ്ങൾക്ക് ഗെയിം കളിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഇതിൽ കാണാൻ സാധിക്കും. സിംഗിൾ ക്യാമറയാണ് പിറകിൽ വരുന്നത്, 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത് 5 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇപ്പോൾ ഇതൊരു ടാബ്ലറ്റ് ആയതുകൊണ്ടും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് മാത്രമല്ല നമ്മൾ പൊതുവെ ബഹുഭൂരിപക്ഷം ആളുകളും ടാബ്ലറ്റ് ക്യാമറ യൂസ് ചെയ്യാറുള്ളത് വീഡിയോ കോൾ അത്തരത്തിലുള്ള പേർപ്പസിന് മാത്രമാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് നമുക്കിതിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു ടാബ്ലറ്റിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 4GB + 64GB 999 ഖത്തർ റിയാലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 22,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓവറോൾ ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്, ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, ബാറ്ററി ലൈഫ് നല്ലതാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റിയാണ് എനിക്കിതിൽ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്റ്റൈലസ് പെന്നും ഇതിൽ സപ്പോർട്ടാണ്. അതേസമയം തന്നെ നമുക്കിതിൽ സിം കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല, വൈഫൈ മാത്രമാണ് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ഓപ്പോ പാഡ് എയറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അത്തരത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.